ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു. हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है। और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है। आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए. രാജ്യത്തെ തനത് മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ TK, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है। यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं। विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6ठी-7वीं सदी के हैं। ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई हैं. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാന നിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15ഓളം സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീര സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोडिया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि माँ भारती के प्रति उनका समर्पण कितना गहरा है. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140ാം വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27ാമത് മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 ആഴ്ച കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോങ്കോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജീവ് വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ.
IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.